ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാനമായിട്ടുള്ള ഒരു സംരംഭമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഫിഫ ഇവന്റ് നടന്നിട്ടുണ്ട്, നെഹ്റു കപ്പ് ഫുട്ബോൾ നടന്നിട്ടുണ്ട്, എന്തിന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ കരിയറിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പെർഫോമൻസ് ഓസ്ട്രേലിയക്കെതിരെ 5 വിക്കറ്റ് നേടിയത് 98 ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ അഭേദ്യമായ സ്ഥാനമുള്ള, അഭേദ്യമായി കേരളത്തിന്റെ കായിക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ തോന്നുന്ന പടി സ്റ്റേജ് കെട്ടി തോന്നിയാസം ചെയ്യാം എന്ന് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള പ്രശ്നം. രണ്ടാമത്തേത്, ഈ സ്റ്റേഡിയത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. അതിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് GCDAക്ക് 13 എഞ്ചിനീയർമാരോ 14 എഞ്ചിനീയർമാരോ ഉണ്ട്. അതിൽ തന്നെ ഒരു എഞ്ചിനീയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഗുരുതരമായ വീഴ്ചയുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട്. വലിയ ഇവന്റുകൾ, ഒരു പക്ഷേ അർജന്റീനയുടെ ഇവന്റ് അടക്കം നടക്കാൻ പോകുന്ന ഇടമാണ്. അപ്പോൾ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇങ്ങനെ നടത്തിയാൽ മതിയോ എന്ന ചോദ്യം കൂടി സമൂഹത്തിന് മുമ്പിൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇതിപ്പോൾ 23/8/24 ശ്രീ നികേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ മൃദംഗ വിഷൻ, ഒരു കത്ത് നൽകുന്നത്. അതായത് ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ കത്ത്. ഈ പരിപാടി നടക്കുന്നത് ജാനുവരി മാസത്തിലാണ്. ഇത് GCDA നിന്ന് കിട്ടിയ വിവരമനുസരിച്ചുള്ള ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇത്രയും മാസം അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ആദ്യം സംസാരിച്ച നിയമങ്ങൾ, ആ റൂൾസിലേക്കൊന്നും ഞാൻ ഇനി കടക്കുന്നില്ല. ഈ പാലിക്കപ്പെടാതെ പോയ വേറെ ഒത്തിരി നിബന്ധനകളുണ്ട്. ഇപ്പോൾ ബിജി ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെൺകുട്ടികൾ, ഡാൻസ് കളിക്കാൻ വന്ന പെൺകുട്ടികൾ 4 മണിക്കൂറോളം അവിടെ ബസ്സിൽ കാത്തിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വിശദമായി പറയുന്നുണ്ട്, പരിപാടിക്കായി ടോയ്ലറ്റ് സംവിധാനം ആവശ്യമെങ്കിൽ ഈ ടോയ്ലറ്റ് സംവിധാനം ആരാണ്, ഈ ഇവന്റ് നടത്തുന്നവർ തന്നെ അവിടെ സജ്ജീകരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പോൾ അത് അവിടെ ചെയ്തിട്ടില്ല. അതുപോലെയുള്ള നിയമലംഘനങ്ങൾ നിരവധിയായി. ഇത്രയും പ്രിപ്പറേഷൻ നടത്തുവാൻ ഇത്രയും നീണ്ട ഒരു കാലയളവ് കിട്ടിയിട്ട് പോലും ഇതൊന്നും തന്നെ ഈ ഇവന്റ് നടത്തിയവരും ചെയ്തിട്ടില്ല. ഇത് മോണിറ്റർ ചെയ്യേണ്ട ഇതിൻ്റെ GCDAയും ചെയ്തിട്ടില്ല. GCDAയുടെ ഏറ്റവും മോണിറ്റർ ചെയ്യേണ്ട ഈ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് വലിയ വീഴ്ച വരുത്തിയെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അദ്ദേഹം വരുത്തിയ വീഴ്ച, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ടീം, ഇവിടെ ഒരു AE മാത്രമല്ല ഉള്ളത്, ഒരു AE ഉണ്ട്, AHC ഉണ്ട്, വലിയൊരു എഞ്ചിനീയറിംഗ് ടീം ഒന്നാകെ നിന്നിട്ടാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഇവിടെ നടക്കുന്ന ഓരോ ഇവൻറ്റുകളും മോണിറ്റർ ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടതും. അവരുടെ നിയന്ത്രണം ഉണ്ടായില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോൾ പോലീസ് സംവിധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, MLA താഴെ വീണതിന് ശേഷം അത്ര ഗുരുതരാവസ്ഥയിൽ മുഖത്തു നിന്ന് രക്തം ചിന്നിച്ചിതറി താഴെ വീണതിന് ശേഷവും അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു. ഒരാളും അറിയുന്നില്ല. അവിടെ നിന്ന 3-4 പേരാണ് MLA വാരി എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ ഒരു സ്ട്രെച്ചർ കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റിബ് പൊട്ടലുണ്ട്, ശ്വാസകോശത്തിൽ മുറിവുണ്ടായി എന്നൊക്കെ പറയുന്നത് അശാസ്ത്രീയമായി അവരെ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ വന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യുമോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ താഴെ വീഴുകയും ഒരു മനുഷ്യൻ അവിടെ തിരിഞ്ഞു നോക്കാനില്ല. ഒരൊറ്റ പോലീസ് അങ്ങോട്ട് ചെന്നില്ല. ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവരാരും അവിടെ ചെന്നില്ല. പോലീസിനെ ഹയർ ചെയ്യണം. ബ്ലാസ്റ്റേഴ്സ് അവിടെ കളി നടത്തുമ്പോൾ പോലീസിനെ ഹയർ ചെയ്യാറുണ്ട്. 100-200 പോലീസുകാരെ അവിടെ ഹയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഹയർ ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ഈ ഇവന്റ് നടത്തിയവർ പറഞ്ഞിരുന്നത് അത്തരത്തിൽ കേരള പോലീസിനെ ഹയർ ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഈ ഇത് നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാർ പോലും ഒരു സഹായത്തിനുണ്ടായിരുന്നില്ല. അവിടെ നിന്ന 4-5 പേരും ഒരു മാധ്യമ പ്രവർത്തകയും കൂടിയാണ് MLA പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഒരു മാധ്യമ പ്രവർത്തക അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്, ഒരാളും കേൾക്കുന്നില്ല. അവിടുത്തെ ഡാൻസ് ശബ്ദം, പാട്ടിൻ്റെയൊക്കെ ശബ്ദം കാരണം ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആ മാധ്യമപ്രവർത്തക എന്നോട് പറഞ്ഞത്. അപ്പോൾ കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റുന്നത് വരെ അത്തരത്തിലുള്ള യാതൊരു അസിസ്റ്റൻസും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ഇപ്പം പോലീസിനെ ഇപ്പം ഈ ഇവൻറ്റുകാരെ ഹയർ ചെയ്തില്ലെങ്കിൽ കൂടി ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിനോടനുബന്ധമായി ADGP ഉൾപ്പെടെ ഉള്ളപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ ഒരു വലിയ വിന്യാസം ഉണ്ടാകണ്ടേ? അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു അസിസ്റ്റൻസ് ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ വലിയ ഫെയിലിയർ അവിടെ സംഭവിച്ചിരിക്കുന്നു അഭിലാഷ്. ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയെ കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇത് നിസ്സാരമായി കാണുകയാണ്. ഇനി ഒരു അപകടം വരണോ? ഇനി ഒരു അപകടം വന്നിട്ട് വേണോ മേൽക്കൂരയുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ? ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടും അത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അധികൃതർ ചിന്തിക്കുന്നില്ല. ഇപ്പം അതുപോലെ തന്നെയാണ് കോർപ്പറേഷനിൽ നിന്നുള്ള സാങ്ഷൻ വേണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് കോർപ്പറേഷനിൽ നിന്നുള്ള ഈ താൽക്കാലിക സ്റ്റേജ് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ സാങ്ഷൻ വേണമെന്നുള്ള നിയമം ലംഘിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അത് സൈറ്റ് എഞ്ചിനീയർ മോണിറ്റർ ചെയ്യാതിരുന്നത്? ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ അനുമതി തങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം, GCDയുടെ കയ്യിൽ കിട്ടണം. അപ്പോൾ ആ അനുമതി കിട്ടാതെയാണ്, ആ അനുമതി വാങ്ങിച്ചു നോക്കാതെയാണ് ഈ താൽക്കാലിക സ്റ്റേജ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രശ്നമുണ്ട് എന്ന് സൈറ്റ് എഞ്ചിനീയർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നിട്ടും അത് തുടരാൻ അനുവദിക്കുകയാണ്. ഇത് ഏറ്റവും ഗുരുതരാവസ്ഥയാണ്. ഒട്ടും നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര അവിടെ നടന്നിട്ടുണ്ട്.